dear student, I am Mahima teacher. Welcome to Mahima teacher physics classroom. Inspect nature in. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിന് 10th ഫസ്റ്റ് ചാപ്റ്റർ ആയ കറന്റ് ഇലക്ട്രിസിറ്റി എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നുള്ള ആ ഒരു ഭാഗത്തിലത്തെ ആ ഒരു ചാപ്റ്ററിലത്തെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ദ ലീനിയർ കോമ്പിനേഷൻ, ദ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് and color code of resistors. Okay, but let's start our section. The first we discuss the color code of resistors, color code of carbon resistors. Carbon resistors, color code. അപ്പോൾ നമ്മൾ എങ്ങനെയാ ഈ കളർ കോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് കാർബൺ റെസിസ്റ്റേഴ്സിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സ് എല്ലാം ഇൻഡിക്കേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് റെസിസ്റ്റർ. അപ്പോൾ ഈ കളർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ദ റെസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റർ? അതിന് വേണ്ടിയിട്ട് ഒരു കിടിലനായിട്ടുള്ള ഒരു സെന്റൻസ് അത് റിമെമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അതൊന്ന് കേൾക്കാം. BB Roy of Great Britain has a very good wife. ഇതിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു സെന്റൻസ് അല്ലേ, നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും അല്ലെ? BB Roy of Great Britain has a very good wife. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാചകമാണ്. അപ്പൊ എന്താണ് BB? ഇതെല്ലാം കളേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് B എന്താണ്, സെക്കൻഡ് B ഇതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് B എന്ന് പറയുന്നത് ബ്ലാക്ക്. ബ്ലാക്ക്. നെക്സ്റ്റ് B is for brown. Brown. Then R is for red. O is the orange. Y the yellow. Great, green, like great, that is green, B, blue, V, violet, G, gray, and W, it is white. Easy അല്ലേ? നോക്കിയേ, വളരെ ഈസി അല്ലേ? ഈ സെന്റൻസ് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് വളരെ ഈസി ആയിട്ട് ഓർക്കാം അല്ലെ? ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തൊക്കെയാണ്? ബി എന്ത്, ഈ ബ്ലാക്ക് എന്തിനാണ്, ബ്രൗൺ എന്തിനാണ്, ഓറഞ്ച് എന്താണ്, യെല്ലോ, ഇതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ഓർക്കണം. അതിനകത്ത് ഫസ്റ്റ് ഞാനിപ്പോ ഇവിടെ എഴുതി വയ്ക്കുകയാണ്. ഇതിപ്പോ ഇങ്ങനെയായിരിക്കും ഒരു കളർ റെസിസ്റ്റേഴ്സിൽ കളേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഇത് ഇങ്ങനെ ലൈൻസ് ഉണ്ടാവും, 4 ലൈൻസ്, 4 കളേഴ്സിന്റെ 4 ലൈൻസ്. ഫസ്റ്റ് ഞാൻ വെറുതെ എഴുതുവാണ്, ഇറ്റ് ഈസ് റെഡ്. ഇത് റെഡ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓറഞ്ച്. അടുത്തത് യെല്ലോ. ഇത് കളേഴ്സ് എന്ന് പറയുന്നത് ഇത് കളർ അല്ല ഉണ്ടാവുക, അത് വേറെയാണ് ഉണ്ടാവുക. അത് ചിലപ്പോൾ ഗോൾഡ് ആവാം, അല്ലെങ്കിൽ സിൽവർ ആവാം, അല്ലെങ്കിൽ നോ കളർ, അതൊന്നും ഇല്ലാത്തതായിരിക്കാം. അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു കാർബൺ റെസിസ്റ്റൻസ്. അപ്പൊ ഇതെന്തൊക്കെയാണ്? അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോണത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് 2 കളേഴ്സ് ഇൻഡിക്കേറ്റ് ദ 2 ഡിജിറ്റ്സ്. 2 ഡിജിറ്റ്സ് ആണ്. റെഡും ഓറഞ്ചും എന്ന് പറയുന്നത് 2 ഡിജിറ്റ്സുകളാണ്. യെല്ലോ, അതായത് തേർഡ് കളർ ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ പവർ ഓഫ് 10. പവർ എത്രയുണ്ട്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറോസ് കേട്ടോ. പവർ ഓഫ് 10 അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറോസിനെയാണ് തേർഡ് കളർ ലൈൻ പറയുന്നത്. പിന്നെ ഫോർത്ത് ലൈൻ ഇൻഡിക്കേറ്റ് ദ ടോളറൻസ്. അതായത് ടോളറൻസ് മീൻസ് ഡീവിയേഷൻ. ചിലപ്പം റെസിസ്റ്റൻസ്, ഞാൻ പറഞ്ഞല്ലോ റെസിസ്റ്റൻസ് മാറാം അല്ലെ, മാറാതിരിക്കാം. അപ്പൊ അതായത് ചിലപ്പോൾ അത് കൂടാതിരിക്കാം. അപ്പൊ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, പ്ലസ് ഓർ മൈനസ് ആണ്, എത്രമാത്രം ഇൻക്രീസിങ് ആണ് ഡിക്രീസിങ് ആണ് എന്നുള്ളത്
ഇതാണ് നമ്മളുടെ ഈ ഒരു ഭാഗം, ടോളറൻസ് അല്ലെങ്കിൽ ഡീവിയേഷൻ പെർസെൻറ്റേജ് ഓഫ് ടോളറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇതിന് കൊടുക്കാൻ പോണേന്ന് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, കളേഴ്സ് ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ നമ്പേഴ്സും കളർ ഇൻഡിക്കേറ്റ്, ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ് 0, ബ്രൗൺ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. പിന്നെ അതുപോലെ തന്നെ ടോളറൻസ് എത്രമാത്രം ഡീവിയേഷൻ ഉണ്ടെന്നുള്ളത്. സിൽവർ ലൈൻ ആണ്, ഫോർത്ത് ലൈൻ എന്ന് പറയുന്നത് സിൽവർ ആണെങ്കിൽ ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 10%. അങ്ങോട്ടും ഇങ്ങോട്ടും 10% മാറാം കേട്ടോ. ഗോൾഡ് ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 5%. അതുപോലെ നോൺ കളർ ആണെങ്കിൽ, അതായത് ഫോർത്ത് ലൈൻ ആബ്സെന്റ് ആണ്, ഫോർത്ത് ലൈൻ ഇല്ലാന്ന് വിചാരിക്കുക, അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 20% എന്നാണ് കേട്ടോ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. If this is a carbon resistor, there are 4 lines. The first one is red. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ചെയ്യാം കേട്ടോ. Consider this is a carbon resistor and there are 4 lines. Okay. First line is red. Second one is yellow. And the third line is black. And the fourth line is gold. ഇങ്ങനെയാണ് കാണണേന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് 2 കളേഴ്സ് 2 ഡിജിറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, റെഡ് ഇറ്റ് ഈസ് 2 അല്ലേ? അപ്പൊ ഇവിടെ 2 എന്ന് എഴുതാം. യെല്ലോ ഇറ്റ് ഈസ് 4 അപ്പൊ 24 എന്ന് കിട്ടി. ഓക്കെ, ഇൻറ്റു ഇനി എന്താ പറഞ്ഞ 10ന്റെ പവർ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറോസ് ആണ്. 10ന്റെ പവർ ആണെങ്കിൽ 10. അപ്പൊ ഇതെന്താ ഞാൻ പറഞ്ഞത്? ബ്ലാക്ക്, ബ്രൗൺ അല്ല ബ്ലാക്ക്. അപ്പൊ ബ്ലാക്കിന്റെ എന്താ വന്നിരിക്കുന്നത്, എന്ത് നമ്പർ വന്നിരിക്കുന്നത്? 0 അല്ലേ? അപ്പൊ ഇവിടെ 10 raised to 0 പ്ലസ് ഓർ മൈനസ്. ഇനി ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്? 5. അപ്പൊ പ്ലസ് ഓർ മൈനസ് 5%. Any number raised to the power 0, it is 1. Therefore, നമ്മളുടെ എന്താ വരിക? 24 പ്ലസ് ഓർ മൈനസ് 5%. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓം എന്ന് എഴുതും. മനസ്സിലായോ? അപ്പൊ ഇത് ഇങ്ങനെയാണ്. ഇനിയിപ്പോ വേറെ എക്സാമ്പിൾസ് ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, 4 ലൈൻസ്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രീൻ ആയിട്ട് എടുക്കാം, ഗ്രീൻ. ഓക്കെ, നെക്സ്റ്റ് വയലറ്റ്. ഇനി നമുക്ക് ബ്രൗൺ ആയിട്ട് എടുക്കാം, ബ്രൗൺ കേട്ടോ. ഇവിടെ നോ കളർ ആണ്, ഇവിടെ ഇല്ല, ലൈൻ ഇല്ല, ഫോർത്ത് ലൈൻ ആബ്സെന്റ് ആണ്. അപ്പൊ എങ്ങനെയാന്ന് നോക്കിയേ, ഇത് ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ഇറ്റ് ഈസ് 5 ആണ്. അപ്പൊ ഇവിടെ 5 എന്ന് വരും. ഇനി വയലറ്റ് ഇറ്റ് ഈസ് 7. അപ്പൊ 57 എന്ന് വന്നു. ഇൻറ്റു 10 raised to അല്ലേ? ഇനി 10ന്റെ പവർ ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ബ്രൗൺ. അപ്പൊ ബ്രൗൺ ആണെങ്കിൽ ഇവിടെ നമ്മൾ 1 എന്ന് എഴുതി. ഓക്കെ, പ്ലസ് ഓർ മൈനസ്, there is no line, there is no color. അപ്പൊ ഇവിടെ എന്താ? നോ കളർ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 20%. പ്ലസ് ഓർ മൈനസ് 20%. അപ്പൊ ഇവിടെ എത്ര? 10 to the power 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10. അപ്പൊ എന്താ വരിക? 570 പ്ലസ് ഓർ മൈനസ് 20% ഓം. ഇത്രയും റെസിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പൊ ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. കോമ്പിനേഷൻ, ഇപ്പൊ 2 തരത്തിലുള്ള കോമ്പിനേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്ന് പാരലൽ കോമ്പിനേഷനും പിന്നെ സീരീസ് കോമ്പിനേഷനും. റെസിസ്റ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് resistors. Combination of resistors. The first one is series.
കോമ്പിനേഷൻ. അപ്പൊ ഇതിന് മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു എന്താണ് സീരീസ് കോമ്പിനേഷൻ എന്നുള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ കാണിച്ചിരുന്നു ഇങ്ങനെയാണ് ഒരു R1 and this one is R2, R1, R2 and which is connected to a cell. ഇങ്ങനെയാണെങ്കിൽ സെൽ ഓഫ് വോൾട്ടേജ് V അതിന്റെ കറന്റ് I ഇതാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ എൻ ടു എൻ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സീരീസ് കോമ്പിനേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ നോട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇതിന്റെ ഈ ഒരു കോമ്പിനേഷനിൽ എത്ര വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്, അതിനെയാണ് നമ്മൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇതിനെ ഇഫ് REQ is the equivalent resistors. അപ്പൊ ഇവിടെ R1 ഉം R2 ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ് REQ. അപ്പൊ ഇവിടെ സെയിം വോൾട്ടേജ് സെയിം ബാറ്ററി തന്നെയാണ്. നമ്മൾ ഇത് കമ്പൈൻ ചെയ്തിട്ട് ഇതിന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് Requivalent. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു കണക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? കറന്റിന് സെയിം പാത്താണ് അല്ലെ, കറന്റിന് സെയിം പാത്താണ്. അപ്പൊ കറന്റ് ഇവിടെ എത്തുമ്പോഴും I തന്നെയാണ്, ഇവിടെയുള്ളതും കറന്റ് I തന്നെയാണ്. അതായത് റെസിസ്റ്റർ R1ൽ കൂടെയും R2ൽ കൂടെയും ഫ്ലോ ചെയ്യുന്ന സെയിം കറന്റ് ആണ്, സെയിം എമൗണ്ട് ഓഫ് ചാർജസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾട്ടേജിന് ഇവിടെ എന്താ സംഭവിച്ചത്? വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി. R1ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും R2ന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വോൾട്ട് മീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഒന്ന് ഇവിടെ കണക്ട് ചെയ്യും, ഇവിടെ നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും, V1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. ഇവിടെയാണെങ്കിൽ നമ്മൾ V2 എന്ന് പറഞ്ഞിട്ടുള്ള വോൾട്ട് മീറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യും. എന്നിട്ടാണ് ഇതിന്റെ വോൾട്ടേജസ് മെഷർ ചെയ്യുക. അപ്പൊ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഇതും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. ഇഫ് R1 ഉം R2 ഉം സെയിം ആണെങ്കിൽ വോൾട്ടേജും സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ R1 ഉം R2 ഡിഫറെന്റ് ആണെങ്കിൽ വോൾട്ടേജ് കിട്ടുന്നത് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഇത് കിട്ടിയ വാല്യൂസ് തമ്മിൽ സം ചെയ്ത് നോക്കുകയാണെങ്കിൽ, ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V is equal to V1 plus V2 എന്നായിരിക്കും. V1 plus V2. അപ്പൊ ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ നിന്നും വിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to എന്താ വരിക? I into R equivalent. V is equal to I into R equivalent. ഇവിടെ V1 എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? ഈ ഒരു സർക്യൂട്ടിൽ V1 എന്ന് പറയുന്നത് എന്ത് വരും? V1 is equal to I into R1. ഓക്കെ, മനസ്സിലായോ? അപ്പൊ V2 എന്ന് പറയുന്നത് എന്ത് വരും? I into R2. ഈ മൂന്നെണ്ണം നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ വരിക? I into R equivalent is equal to I into R1 plus I into R2. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിനകത്ത് I എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ, കോമൺ ടേം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ I ഇങ്ങനെ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ R1 plus R2 I into R equivalent. അപ്പൊ ഇക്വേഷൻ രണ്ട് സൈഡിലും I ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോകും. നമ്മുടെ R equivalent ഇക്വേഷൻ കിട്ടി. R equivalent is equal to R1 plus R2. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഒരു രീതിയിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാണ് അല്ലെ. അതായത് ഇവിടെ 1 ohm ഇവിടെ 2 ohm ആണെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1 plus 2 3 ആയി പോകും. അതായത് റെസിസ്റ്റൻസ് ഇൻക്രീസിങ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ here the resistance is increasing when we combine in this way അല്ലെ. റെസിസ്റ്റൻസ് ഇൻക്രീസിങ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വോൾട്ടേജിന് എന്താ സംഭവിച്ചത്? വോൾട്ടേജ് സ്പ്ലിറ്റ് ഇൻ R1 ആൻഡ് R2. അപ്പൊ ഇവിടെ വോൾട്ടേജ് സ്പ്ലിറ്റ് ആവും. വോൾട്ടേജ് സ്പ്ലിറ്റ് ആയി. പക്ഷെ കറന്റിന് എന്താ വന്നത്? കറന്റ് എന്ന് പറയുന്നത് സെയിം കറന്റ് ആണ് R1ൽ കൂടിയും R2ൽ കൂടിയും ഫ്ലോ ചെയ്തത്. അപ്പൊ കറന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്.
അപ്പൊ ഇത്രയും ഒരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പൊ ഈ ഒരു സീരീസ് കണക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഇതൊരു ബ്രിഡ്ജാന്ന് വിചാരിക്കും, ഒരു വലിയൊരു ബ്രിഡ്ജാണ്. അപ്പൊ ഇതിന് 2 ബ്രിഡ്ജസ് ഇതേപോലെ കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് തകർന്നു പോയി, ഒരാൾ ഇതിൽ കൂടി വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല, അയാൾക്ക് അവിടെ സ്റ്റോപ്പ് ആയി പോകും. എവിടെയാണോ വന്നത് അവിടെ നിന്ന് പോകും. അയാൾക്ക് തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് കിടക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു റെസിസ്റ്റർ ചീത്തയായി പോയി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വെക്കുന്നത്, ഇവിടെ റെസിസ്റ്റേഴ്സ് അല്ല വെക്കുന്നത്. നമ്മളിപ്പോ സാധാരണ നമ്മൾ വീടുകളിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ആണെന്ന് വിചാരിക്കും. സീരീസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് വീട് മൊത്തം. അപ്പൊ ഏതെങ്കിലും ഒരു അപ്ലയൻസ് നമ്മളുടെ കേടായി പോയി. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ വെച്ചിട്ട് കറണ്ട് കട്ടായി പോയി, അല്ലെ? കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഇവിടെ നമുക്ക് വീടുകളിലും ബാക്കിയുള്ള ഓഫീസുകളിലും ഒന്നും എന്ത് പറ്റില്ല, ഈ സീരീസ് ടൈപ്പ് കോമ്പിനേഷൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെപ്പറേറ്റ് സ്വിച്ചസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? ഇവിടെ ഇത് നമ്മൾ ഇത് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാല് ഈ കറണ്ട് ഇതിൽ കൂടി പാസ് ചെയ്യാതെ വരും. ഇപ്പൊ ഏതെങ്കിലും ഒരു അപ്ലയൻസ് ഡാമേജ് ആയി പോയി കഴിഞ്ഞാലും അപ്പോഴും കറണ്ട് പോവില്ല. അപ്പൊ സീരീസ് കോമ്പിനേഷൻ നമ്മൾ ഒരിക്കലും വീടുകളിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഇതാണ് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. ഈ ഒരു കോമ്പിനേഷന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സീരീസ് കോമ്പിനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി നെക്സ്റ്റ് ഉള്ളത് പാരലൽ ടൈപ്പ് കോമ്പിനേഷൻ ആണ് കേട്ടോ. പാരലൽ കോമ്പിനേഷൻ എങ്ങനെയാണ് കണക്ഷൻ വരിക? നമ്മൾ 2 റെസിസ്റ്റേഴ്സിന്റെ കാര്യം തന്നെയാണ് എടുക്കുന്നത്. 2 റെസിസ്റ്റേഴ്സ് R1 R2. ഇവിടെ നോക്കിയത് രണ്ടിന്റെയും ഒരേ പോയിന്റിലേക്ക് എൻസുകൾ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഇത് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് അറേഞ്ച്മെന്റ്. അപ്പൊ ഈ റെസിസ്റ്റേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ്? You suppose Req is the equivalent resistance of this combination, okay, and this is the cell of voltage V, and I is the current passing through the circuit. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ഇവിടെ ആദ്യമേ തന്നെ എഴുതി വെക്കാം. ഓംസ് ലോ വെച്ചിട്ട് V is equal to I into R equivalent. Okay, V is equal to I into R equivalent. ഇനി ഇവിടെ നോക്കൂ, ഇത് എന്താണ്? ഇത് 2 ഡിഫറെന്റ് റെസിസ്റ്റേഴ്സ് ആണ്, അല്ലെ? R1 ഉം R2, 2 ഡിഫറെന്റ് വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ കറന്റ് എങ്ങനെയായിരിക്കും പോവാ? ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഒരു റെസിസ്റ്റർ R1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ R2. ഇപ്പൊ നോക്കി, നമ്മളിവിടെ 2 വഴിയാണ്. ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ വളഞ്ഞ് പോകുന്ന ഒരു വഴി, വളരെ ഈസി ആയിട്ട് പോകുന്ന ഒരു വഴി. അപ്പൊ നമ്മൾ ഏത് പാത്തായിരിക്കും ചൂസ് ചെയ്യുക? നമ്മൾ ചൂസ് ചെയ്യണ പാത്ത് വളരെ ഈസി ആയിട്ട് പോകുന്ന പാത്താണ്, അല്ലെ? അതേപോലെ തന്നെയാണ് കറന്റും, വളരെ ഈസി ആയിട്ട് പോണ പാത്തിലൂടെ കറന്റ് ഫ്ലോ ചെയ്യും. അതുപോലെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് പോകുന്ന പാത്തിലൂടെ കറന്റ് കുറച്ചേ പോവുള്ളൂ. അതായത് ഇപ്പൊ ഇവിടെ ചാർജസ് ആണല്ലോ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യും, കുറേ കുട്ടികളാണെന്ന് വിചാരിക്കും. ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ഈ വളരെ ഈസി ആയിട്ട് പോണ പാത, അതാണ് കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുക. കുറച്ച് കുട്ടികൾ മാത്രം വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് പോണ പാത്തിലൂടെ പോകുന്നു. അപ്പൊ ഇവിടെ 2 നമ്പറാണ് വരുന്നത്, അല്ലെ? കുട്ടികളുടെ 2 നമ്പേഴ്സ് ആണ് വരുന്നത്. ഇതിൽ കൂടി കുറേ കുട്ടികളും ഇതിൽ കൂടി കുറച്ച് കുട്ടികളും. അതേപോലെ തന്നെയാണ് ഇവിടെ കറന്റ് എന്ന് പറയുന്നത് I2 എന്ന് പറഞ്ഞിട്ടുള്ള കറന്റ് ആണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് I1 എന്ന് പറയുന്ന കറന്റ് ആയിരിക്കും. അതായത് 2 ഡിഫറെന്റ് കറന്റ്സ് ആണ് ഫ്ലോ ചെയ്യുന്നത്, ഡിഫറെന്റ് വാല്യൂസ് ആണ് പോണത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമ്മളിനോട് സെയിം കുട്ടികൾ തന്നെയായിരിക്കും, നമ്പർ ഓഫ്
സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇവിടെ കൂടെ പോകുന്ന കുട്ടികൾ ഇപ്പൊ ഇവിടെ 30 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും, ഇവിടെ 15 കുട്ടികളുണ്ട്, ടോട്ടൽ 45 കുട്ടികളാണെന്ന് വിചാരിക്കും. ഇവിടേക്ക് എത്തുമ്പോൾ നമ്പർ സെയിം തന്നെയാണ്, അപ്പൊ കറണ്ട് സെയിം തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം, I is equal to I1 plus I2 അല്ലേ, I is equal to I1 plus I2 എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്നും I is equal to എന്താ വരിക, V by R equivalent. I is equal to V by R equivalent. അപ്പൊ അങ്ങനെയാണെങ്കിൽ I1 is equal to എന്ത് വരും, I1 is equal to V by, കാരണം എന്താ, ഈ വോൾട്ടേജ് ഈ റെസിസ്റ്റേഴ്സിന്റെ നോക്കിയേ, ഈ രണ്ട് റെസിസ്റ്റേഴ്സിന്റെയും എൻസ് സെയിം സെല്ലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഒരിക്കലും സ്പ്ലിറ്റ് ആവണില്ല. രണ്ട് സ്ഥലത്തും നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വോൾട്ട് മീറ്റർ മതി. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചാലും ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചാലും സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുക. അപ്പൊ സെയിം വോൾട്ടേജ് തന്നെയാണ് വരിക കേട്ടോ. അപ്പൊ V by R1 and I2 is equal to V by R2. I1 is equal to I2 നമുക്ക് കിട്ടി. ഈ 3 വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക, V by R equivalent is equal to V by R1 plus V by R2. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ V എന്ന് പറയുന്നത് കോമൺ ടേം ആണ് അല്ലെ, കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഇവിടെ V നമ്മൾ ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് എഴുതുന്നു, 1 by R1 plus 1 by R2. അപ്പൊ V by R equivalent നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടിയത്, വിയും വിയും രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 1 by R equivalent is equal to 1 by R1 plus 1 by R2. കണ്ടോ നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് സോൾവ് ചെയ്ത് എഴുതാം. 1 by R equivalent is equal to എന്തെഴുതാം, R1 plus R2 divided by R1 R2. അങ്ങനെയാണെങ്കിൽ R equivalent is equal to R1 R2 divided by R1 plus R2. അപ്പൊ കാണുന്നവർക്ക് മാത്സ് ഒക്കെ ഇഷ്ടമാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ R equivalent is equal to R1 R2 divided by R1 plus R2. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, റെസിസ്റ്റൻസ് ഇൻക്രീസിംഗ് ആണോ റെസിസ്റ്റൻസ് ഡിക്രീസിംഗ് ആണോ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ വന്നപ്പോൾ? ജസ്റ്റ് R1 plus R2 അല്ല വന്നത് അല്ലെ, നേരത്തെ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ R1 plus R2 ആണ് വന്നത്. ഇവിടെ നമ്മുടെ ഇക്വേഷൻ R1 R2 divided by R1 plus R2, അതായത് റെസിസ്റ്റൻസിന്റെ വാല്യൂ അത് ഡിക്രീസ് ചെയ്തു. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. R1 എന്ന് പറയുന്നത് 1 ohm, R2 എന്ന് പറയുന്നത് 2 ohm. ഒന്ന് നോക്കിയേ, R equivalent is equal to 1 into 2 divided by 1 plus 2. അപ്പൊ 2 by 3 കണ്ടോ, 2 by 3 ohm എന്നാ വന്നത്. ഡിക്രീസിംഗ് ആണ്, ഇറ്റ് ഈസ് ലെസ് ദാൻ 1 and 2 ohm. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിക്രീസിംഗ് ആണ്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു കണക്ഷന്റെ അഡ്വാൻറ്റേജസ് എന്താ വരിക, ഒന്ന് നോക്കി നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞു, രണ്ട് ബ്രിഡ്ജ് ഈ ഒരു രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ വരുന്നു, കുട്ടികൾ വരുമ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ഇല്ലാതെ പോയി, ഡാമേജ് ആയി പോയി. അപ്പൊ ഇവർക്ക് ഇത് കൂടെ കൂടെ അല്ലെ, എല്ലാവർക്കും ഒരു പാത്തുണ്ട്, അപ്പൊ അവർക്ക് യാതൊരു വിധ തടസ്സവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇതില് ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് അപ്ലയൻസസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു അപ്ലയൻസ് ഡാമേജ് ആയി പോയാലും അല്ലെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് വെച്ചാലും ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്താലും ആ സ്വിച്ച് ഓഫ് ആക്കിയാലും കറന്റിന് വേറൊരു പാത്ത് ഉണ്ട്, കറന്റിന് വേറൊരു പാത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ വീടുകളില് കണക്ഷൻ ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ പാരലൽ കോമ്പിനേഷൻ ആണ് വീടുകളിലൊക്കെ ഉണ്ടാവുക. കാരണം എന്താ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വിച്ചസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഫാൻ കംപ്ലൈന്റ് വന്നു, നമ്മുടെ വീടുകളിലൊക്കെ പലതും കംപ്ലൈന്റ് ആയി പോകുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കംപ്ലൈന്റ് വന്നത് കൊണ്ട് നമ്മളുടെ ബാക്കിയുള്ളതൊന്നും വർക്ക് ചെയ്യാത്ത അവസ്ഥ വരുന്നില്ല. അപ്പൊ പാരലൽ ടൈപ്പ് കോമ്പിനേഷൻ ആണ് വീടുകളിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു പാരലൽ കോമ്പിനേഷൻ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് സീരീസ് കോമ്പിനേഷന്റെ കേസിലും പാരലൽ കോമ്പിനേഷന്റെ കേസിലും ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പ്രോബ്ലം ഒന്ന് നോക്കൂ. വാട്ട് ഈസ് ദ കറന്റ് if 4 ohm and 2 ohm resistors are connected in series
difference is applied. അപ്പോൾ നമുക്ക് തന്നത് രണ്ട് റെസിസ്റ്റേഴ്സ് 4 ohm 2 ohm. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നു R1 is equal to 4 ohm and R2 is equal to 2 ohm. Okay. അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? കണക്റ്റഡ് ഇൻ സീരീസ്. സീരീസ് മീൻസ് R equivalent. R equivalent is equal to R1 plus R2. അല്ലേ? R1 plus R2. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 4 plus 2 എന്ന് പറയുന്നത് 6 ohm. 6 ohm എന്ന് കിട്ടി. ഇനി വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 6 വോൾട്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഓംസ് ലോ വെച്ചിട്ട് എന്താ ഇക്വേഷൻ? V is equal to R equivalent. അപ്പൊ I is equal to ഇക്വേഷൻ എന്താ? I is equal to V by R equivalent. V is 6 and R equivalent is also 6. Therefore R cancel ചെയ്തു പോയി. അപ്പോൾ 1 ampere is the answer. Okay. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയാണ്. നമുക്ക് R1 equal to R2 നമ്മൾ സീരീസ് കണക്ഷന്റെ കേസിൽ ഇത് രണ്ടും സെയിം ആണെങ്കിൽ എന്തായിരിക്കും R equivalent എന്ന് പറയുന്നത്? R equivalent is equal to നമുക്കറിയാം R1 plus R2 എന്നായിരുന്നു അല്ലേ? which is equal to R ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക? R plus രണ്ടിന്റെ വാല്യൂ R തന്നെയാണ്. അപ്പോൾ ഇവിടെ 2R എന്ന് വന്നു. R equivalent എന്ന് പറയുന്നത് 2R എന്ന് വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന 2 റെസിസ്റ്റേഴ്സ് അല്ല, n റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരുപാട് റെസിസ്റ്റേഴ്സ് സെയിം വാല്യൂ ഉള്ള ഒരുപാട് റെസിസ്റ്റേഴ്സ് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എന്തായിരിക്കും R equivalent? എല്ലാതും വാല്യൂ R പ്ലസ് R അങ്ങനെ n റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ R equivalentന്റെ ഇക്വേഷൻ എന്താ? R equivalent is equal to NR. ഇതാണ് ഒരു സിമ്പിൾ ഇക്വേഷൻ. ഇത് ഏത് കേസിലാണ് യൂസ് ചെയ്യണത്? എല്ലാ റെസിസ്റ്റേഴ്സും സെയിം ആണെങ്കിൽ R equivalentന്റെ വാല്യൂ R equivalent is equal to NR as in the case of series combination. കേട്ടോ? അപ്പോൾ പാരലലിൽ എങ്ങനെയായിരിക്കും വരിക? ഇതേപോലെ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു. R equivalent is equal to 1 by R1 1 by R2 അല്ലേ? 1 by R1 plus 1 by R2 എന്ന് എഴുതിയിരുന്നു. ഇനി രണ്ടും ഒരേ റെസിസ്റ്റേഴ്സ് ആണെങ്കിലോ ഇതേപോലെ തന്നെ R1 equal to R2 equal to R ആണെങ്കിൽ എന്ത് എഴുതാം നമുക്ക്? 1 by R plus 1 by R equal to 2 by R എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇവിടെ n ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? R equivalent is equal to 1 by R plus 1 by R അങ്ങനെ n etc 1 by R n റെസിസ്റ്റേഴ്സ്. അപ്പൊ n by R കണ്ടോ? ഇതാണ് നമ്മുടെ പാരലൽ കോമ്പിനേഷന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ ഈസി ആയിരിക്കും. ഇങ്ങനെ നമുക്ക് വെറുതെ ഇങ്ങനെ പ്ലസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. സെയിം വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ 1 by R equivalent is equal to n by R ഉം ഇത് പാരലലും സീരീസിലാണെങ്കിൽ R equivalent is equal to NR ആയിരിക്കും. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ് കേട്ടോ. ഇത് പ്രോബ്ലം കണ്ടിട്ട് പേടിക്കാനൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഏത് പ്രോബ്ലവും നല്ല ചിരിച്ചിട്ട് അതിനെ ഫേസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 3 resistors of 2 ohm, 3 ohm, 6 ohm are given in the class. What is the highest resistance that you get using all of them? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് അതിന്റെ ഹയസ്റ്റ് റെസിസ്റ്റൻസ്? നമുക്കറിയാം റെസിസ്റ്റൻസ് ഇൻക്രീസിങ് കേസ് സീരീസ് ആണ്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അത്രയും ഓർത്താൽ മതി. അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ നമുക്ക് R equivalent equal to R1 plus R2 plus R3 equal to ഇതെല്ലാം കൂടെ സം ചെയ്ത് വെക്കാം. 2 3 6 എത്ര വരും? 2 3 5 plus 6 11 ഓ കണ്ടോ? ആൻസർ കിട്ടി. നമുക്കറിയാം. നമുക്ക് ആ പാരലലിനെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് പാരലൽ കോമ്പിനേഷനിലെ റെസിസ്റ്റൻസ് ഡിക്രീസിങ് ആണ്. അടുത്തത്, what is the least resistance that you can get using all of them? അപ്പൊ എന്താ വരുന്നത്? ഏത് രീതിയിൽ
അറിയില്ല, നമുക്ക് അറിയുന്ന കേസ് എന്താണ്? പാരലൽ കോമ്പിനേഷനിലാണ് റെസിസ്റ്റൻസ് ഡിക്രീസിങ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/R equivalent equal to 1/R1 plus 1/R2 plus 1/R3. അപ്പൊ 1/2, 1/3, 1/6. ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം? സെയിം ഡിനോമിനേറ്റർ ആക്കാം. ഇവിടെയൊക്കെ 2, 3 ഒക്കെ അല്ലേ, അപ്പൊ സെയിം ഡിനോമിനേറ്റർ. അപ്പൊ ഇവിടെ 6 ആണ്, 6 എടുക്കാം. അപ്പൊ ഇവിടെ 6 ആവാൻ വേണ്ടിട്ട് 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. 3 6 ആവും. അപ്പൊ 3 ഇവിടെ 6 ആവാൻ വേണ്ടി ഡിനോമിനേറ്റർ 6 ആവാൻ വേണ്ടിട്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ 2, ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. അപ്പൊ എന്താ ഇക്വേഷൻ വന്നത്? എന്താ ആൻസർ വന്നത്? 3, 2, 1. 6/6 ഉണ്ടോ? 6/6 1 ohm. അപ്പൊ ഇത് 1/R equivalent ആണ് 1 ohm. അപ്പൊ അങ്ങനെയാണെങ്കിൽ R equivalentന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 1 ohm തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടി. ഇനിയാണ് നോക്കിയത് തേർഡ് ക്വസ്റ്റ്യൻ. Can you make a resistance 4.5 ohm using these three? Draw the circuit. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ 4.5 ആണ് നമുക്ക് കിട്ടേണ്ടത് റെസിസ്റ്റൻസ്. R equivalent എന്ന് പറയുന്നത് 4.5 ആണ് കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യും. സീരീസിലാണെങ്കിൽ 11ഉം പാരലൽ ആണെങ്കിൽ 1 ohm എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ കിട്ടും? അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ 2 എണ്ണം സീരീസ് ആയിട്ട് വെക്കണം, എന്നിട്ട് പിന്നെ അത് 2 എണ്ണത്തിന്റെയും പാരലൽ ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ 2 എണ്ണം പാരലൽ ആയിട്ട് വെച്ചിട്ട് ഒരെണ്ണം സീരീസ് ആയിട്ട് വെക്കണം. അപ്പൊ ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് എന്തായാലും പാരലൽ ആയി വെച്ച് കഴിഞ്ഞാലാണ് റെസിസ്റ്റൻസ് കുറയുക. അപ്പൊ ഇത് രണ്ടും കൂടെ പാരലൽ ആയി വെച്ചിട്ട് ഇതിനെ സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ +6 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 4.5 കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ അല്ല. ഒന്നില്ലെങ്കിൽ 6ഉം 2ഉം പാരലൽ ആയി വെച്ചിട്ട് 3 സീരീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് അത് കിട്ടണേന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്യണു. 6 ohmഉം 2 ohmഉം പാരലൽ ആയിട്ട് 3 ohm സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ പാരലൽ കോമ്പിനേഷൻ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R equivalent is equal to 1/6 plus 1/2. സെയിം ഡിനോമിനേറ്റർ ആക്കാൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 1 + 3 which is equal to 4/6. അപ്പൊ R equivalent is equal to ഇതിനെ റെസിപ്രോക്കൽ ആയിട്ട് എഴുതണം. 6/4. 6/4 എന്ന് പറയുന്നത് എത്രയാ? 6/4. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കോമൺ ടേം ഫാക്ടർ ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3/2 എന്ന് വരും അല്ലെ. 3/2 3/2 മീൻസ് 1.5 ohm. 1.5. അപ്പൊ ഇത് 1.5 ആണ്. ഈ അറേഞ്ച്മെന്റിൽ 1.5 എന്ന് കിട്ടും. 1.5ഉം 3ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്തായാലും 4.5 ആയിരിക്കും അല്ലെ. ഇത് ഈ കിട്ടുന്നത് നമുക്ക് ഇവിടെ ഞാൻ വരച്ചു കഴിഞ്ഞാല് ഇത് 1.5 ohm ആണ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് 3 ohm. These two resistors are in the series combination. Therefore, R equivalent is equal to 1.5 plus 3, which is equal to 4.5. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. 6ഉം 2ഉം പാരലൽ ആയിട്ടും 3 എന്ന് പറയുന്നത് സീരീസ് ആയിട്ടും കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലം നോക്കി. A girl has many resistors of 2 ohm each. ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ട് കയ്യിൽ. She need a circuit of 9 ohm resistance. For this, draw a circuit with the minimum number of resistors. അപ്പോൾ ഏറ്റവും കുറവ് റെസിസ്റ്റേഴ്സ് വെച്ചുകൊണ്ട് 9 ohm റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെ പറ്റും? നമുക്കറിയാം ഇവിടെ 2 ohm ആണ്. അപ്പോൾ 2 ohm നമ്മൾ കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഇപ്പോൾ ഒരു 5 എണ്ണം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ohm എന്ന് കിട്ടാം. അപ്പൊ എല്ലാം നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. 9 ohm ആണ് വരേണ്ടത്. അപ്പൊ ജസ്റ്റ് ഇത് 2 1 2 3 4. അപ്പൊ ഇവിടെ 2 ohm 2 ohm 2 ohm 2 ohm. അപ്പൊ എത്ര വരിക ടോട്ടലി? 2 + 2 + 2 + 2 is 8 ohm അല്ലേ. ഇപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 ohm കിട്ടും. ഓക്കെ.
കയ്യിൽ ഇല്ല. അപ്പൊ 1 ohm ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, രണ്ടെണ്ണം പാരലൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അത് എന്താണ് അതിന്റെ വാല്യൂ നോക്കാം. 2 ohm 2 ohm. 1R 1/R equivalent is equal to 1/2 plus 1/2 which is equal to 2/2 which is equal to 1 ohm. കണ്ടോ? അപ്പൊ ഇവിടെ ഇത് പാരലൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനില് നമുക്ക് 1 ohm എന്നാണ് കിട്ടുന്നത്. R equivalentന്റെ വാല്യൂ 1 ohm. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എൻഡില് 2 ohm ഇങ്ങനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. 2 ohm 2 ohm. അപ്പൊ ഇതിന്റെ വാല്യൂ 1 ohm, ഇവിടെ 8 ohm. അപ്പൊ ഇങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കും നമുക്ക് 9 ohm കിട്ടുക. അപ്പൊ ഇവിടെ എത്ര റെസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്തു? 1 2 3 4 5 6. അപ്പൊ 6 നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മിനിമം നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? 6. മനസ്സിലായല്ലോ? പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ. ഇഫ് 0.2 ohm 0.3 ohm 0.4 ohm 0.5 ohm and 12 ohm resistors are connected to a 9 volt battery in parallel. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. in parallel. അതെങ്ങനെ കണക്ഷൻ? in parallel. What will be the current through 12 ohm resistor? നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ? പാരലൽ കോമ്പിനേഷന്റെ കേസിന് റെസിസ്റ്റേഴ്സിൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആണ് എന്നല്ലേ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ ഈ 0.2 ആണെങ്കിലും 0.3 ആണെങ്കിലും 0.4 ആണെങ്കിലും 0.5 12 ohm ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. കറന്റ് ഡിഫറെന്റ് ആണ്, പക്ഷെ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ എന്താണ്? V is equal to I into R. അല്ലേ? വോൾട്ടേജ് സെയിം ആണ്. അപ്പൊ വോൾട്ടേജ് ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത്? 9. കറന്റ് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. അപ്പൊ റെസിസ്റ്റൻസ് ഏതിൽ കൂടെയുള്ള കറന്റ് ചോദിച്ചിരിക്കുന്നത്? 12 ഓമിൽ കൂടെയുള്ളത്. അപ്പൊ ഇവിടെ ഇൻറ്റു 12. അപ്പൊ കറന്റ് ഇസ് ഈക്വൽ ടു എന്താ വരിക? 9/12. 9 എന്ന് പറയുന്നത് 3 into 3, ഇത് 4 into 3. അപ്പൊ 3 3 ക്യാൻസൽ ചെയ്ത് പോയി 3/4 ആംപിയർ. ഇതാണ് നമ്മുടെ ഒരു വാല്യൂ 3/4. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ നമ്മൾ അത് വായിച്ചു നോക്കുന്നതായിരിക്കും. അപ്പൊ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി പ്രസ് ദ ബെൽ ബട്ടൺ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഇത്രയും ചെയ്യാം. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.